കാമസൂത്രത്തിൽ എഴുതപ്പെട്ട സ്ഥലമാണ് നമ്മുടെ ഇത്. സോ കോൾഡ് കുടുംബ കൺസെപ്റ്റിൽ നിന്ന് ഇവര് ബ്രാഹ്മണിക്കൽ കുടുംബ കൺസെപ്റ്റിൽ നിന്ന് പോലും ഇവർ വന്നിട്ടില്ല. സുരേഷ് ഗോപിയെ പോലെ ഒരാൾ ഇത്രയും നാളും വരാതിരുന്ന ഒരാൾ ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്വീകാര്യതയാണ് ചെയ്തു തരാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയില്ല. രക്ഷകനാണ്, ഈ ലോകത്തിൻ്റെ രക്ഷകനാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉള്ളിടത്താണ് നമ്മൾ ഇതിലൊരു ആശങ്ക പങ്കുവയ്ക്കുന്നത്. ഹോമോസെക്ഷൽ മാരേജ് ഇപ്പോഴും സെയിം സെക്സ് മാരേജിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വിധി വരുന്നത്, അതിനെങ്ങനെയാണ് കാണുന്നത്? ഒന്ന് നമുക്കറിയാം, കശ്മീർ എന്ന് പറയുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തെ എങ്ങനെയാണ് ലോകമാധ്യമങ്ങൾക്ക് മുമ്പിൽ നാണം കെടുത്താനായിട്ട് കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് ഒരു ന്യൂനപക്ഷത്തോട് ഇവിടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം ഭരണ സംവിധാനത്തിലുള്ള ആളുകൾക്ക് വിളിച്ചു പറയാൻ പറ്റുന്നത്? അതൊക്കെ ഒരു തരത്തിലുള്ള എന്താ പറയുക, വിവേചനത്തിൻ്റെ വലിയൊരു വാക്കുകൾ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേ സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതിയാണ് പറയുന്നത് ശബരിമലയിൽ സ്ത്രീകളെ അനുവദിക്കണമെന്നുള്ളത്. അതേ സംഘപരിവാർ തന്നെയാണ് അതിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെവിടെയാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, ന്യൂനപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്? അവിടെ തന്നെയാണ് ക്യൂർ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നവർ, പക്ഷേ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെയും അവർ ആ കൺസൾട്ടേഷനിലേക്ക് അടുപ്പിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ വളരെ വിരുദ്ധമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ആക്ട് ആയിരുന്നു. അതിനെതിരെ നമ്മൾ സമരങ്ങളൊക്കെ ചെയ്തു, പക്ഷേ എന്നിട്ടും ഫലം കണ്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സെയിം സെക്സ് മാരേജ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെയാണ്, ഈ അഞ്ചംഗ ബെഞ്ചിലെ ചീഫ് ജസ്റ്റിസ് തന്നെയാണ് പറയുന്നത്, എന്ത് പാടത്ത് പണിയെടുക്കുന്ന ഒരു പെണ്ണിനും സെക്ഷുവാലിറ്റി ഉണ്ട്, ലൈംഗികതയുണ്ടെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ലൈംഗികതയെ കാണുന്നത്, എങ്ങനെയാണ് കുടുംബജീവിതത്തെ കാണുന്നത്, എങ്ങനെയാണ് ഒരു ദാമ്പത്യ ജീവിതത്തെ കാണുന്നത്? ഒരു പ്രധാനപ്പെട്ട ജഡ്ജി പറയുന്നത് സിന്ദൂരം തൊട്ട് താലി കിട്ടിയാൽ മാത്രമേ വിവാഹമാകുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? കുടുംബം എന്നുള്ള അല്ല, ഇവർ പറയുന്ന പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ തന്നെയാണ് ഇവർ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതേ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലൊക്കെ എങ്ങനെയാണ് വിവാഹങ്ങൾ നടന്നിട്ടുള്ളത്, എങ്ങനെയാണ് റിലേഷൻഷിപ്പ് പോയിട്ടുള്ളത്, അല്ലേ? അതെ. ഇപ്പോൾ ശിവൻ എന്ന് പറയുന്ന ഒരു ഗോഡ്, ആരെ പ്രണയിച്ചിട്ടാണ് അയ്യപ്പ എന്ന് പറയുന്ന ഒരു ഗോഡ് ഉണ്ടാവുന്നത്, അല്ലേ? നിരവധി സാഹചര്യങ്ങളുണ്ടല്ലോ. ബൃഹന്നളെ ആരാണ് സ്നേഹിച്ചിരുന്നത്, അല്ലേ? അപ്പം നിരവധി അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ലൈംഗികതയെക്കുറിച്ച് പറയാനായിട്ട് ഒരുപാട് തെളിവുകളുണ്ടല്ലോ. ക്ഷേത്ര സമുച്ചയങ്ങൾ തന്നെ എടുത്തു നോക്കാം. അജന്തയോ എല്ലോറയോ അല്ലെങ്കിൽ തഞ്ചാവൂരോ സൂര്യക്ഷേത്രമോ കൊണാർക്കോ ഏത് വേണമെങ്കിലും നമുക്ക് എടുത്തു നോക്കാം. ഇത് പുതിയ കാലത്തുള്ള പാശ്ചാത്യമല്ല. നിലവിൽ ഇത് ഈ വിമർശിക്കുന്നവർ പാശ്ചാത്യ കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ കൊളോണിയൽ ഐഡിയോളജി ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്തരം സ്കൾപ്ചേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഇത്തരം ശില്പ ഭംഗികളോ അല്ലെങ്കിൽ ശില്പചാരിതകളോ അല്ലെങ്കിൽ വാസ്തുശില്പങ്ങളൊക്കെ തകർക്കപ്പെട്ടത്. അതുവരെ ഇതിനെ ആഘോഷിച്ചിരുന്നു. കാമസൂത്രത്തിൽ എഴുതപ്പെട്ട സ്ഥലമാണ് നമ്മുടെ ഇത്, മനസ്സിലായോ? അപ്പം അങ്ങനെ സെക്ഷ്വാലിറ്റിയെയും സെക്സിനെയും സെക്ഷൽ കോണ്ടസ്റ്റിനെയും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയോളജി, പ്രത്യേകിച്ച് ഈ ഓറിയൻറ്റേഷനെ കുറിച്ച്, പ്രിഫറൻസിനെ കുറിച്ച്, ചോയ്സിനെ കുറിച്ച്, അട്രാക്ഷനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള പ്രൂഫുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. അവിടെയാണ് ഇവർ ഈ പുതിയ കാലത്ത് ഇതിനെ കോട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെയാണ്, ഇതിൻ്റെ ഒരു പവിത്രത എന്താണെന്നുള്ളത്. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന അനുശാസിക്കുന്ന നമ്മുടെ അവകാശങ്ങളെ ഇക്കണ്ട കാലം നിഷേധിക്കപ്പെട്ടല്ലോ. ഇപ്പം IPC സ്ക്രാപ്പ് ചെയ്യുമ്പോൾ ഇന്ദു മൽഹോത്ര പറഞ്ഞത് ക്യൂർ സമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ സെയിം സെക്സ് മാരേജ് വേർഡിക്റ്റിൽ എന്താണ് ഇവർ പറയുന്നത്? അപ്പം നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് കുടുംബമായിട്ട് ജീവിക്കണ്ടേ, നമുക്ക് പരസ്പരം ഒരു പങ്കാളിയെ കണ്ടെത്തണ്ടേ? ഈ സോ കോൾഡ് കുടുംബ കൺസെപ്റ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സോ കോൾഡ് കുടുംബ കൺസെപ്റ്റിൽ നിന്ന് ഇവർ ബ്രാഹ്മണിക്കൽ കുടുംബ കൺസെപ്റ്റിൽ നിന്ന് പോലും ഇവർ വന്നിട്ടില്ല, പുറത്തേക്ക് വന്നിട്ടില്ല. ഇല്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ ദളിത് കുടുംബങ്ങളൊക്കെ ഇത്തരം പ്രശ്നങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്നത്. ഇവർക്ക് മനുഷ്യരോട് സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാത്തത്? അപ്പോൾ പുതിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കിതിനെ പലതരത്തിലായിട്ടും
അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇവർ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന പുതിയ കാലഘട്ടത്തിലുള്ള മനുഷ്യരുടെ ബന്ധങ്ങളോ പ്രണയങ്ങളോ സ്നേഹങ്ങളോ ഒരുമിച്ചുള്ള ജീവിതങ്ങളൊന്നും ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. മനസ്സിലായോ? അപ്പം അത് കോർട്ടിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം അവർ ഇതൊക്കെ പഠിക്കുകയും സംസാരിക്കുകയും ഒന്ന് ഈ ഡിഫെൻഡിങ്ങിൽ സുപ്രീം കോടതി നല്ല ഡിഫെൻഡിങ്ങിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഇവർ ഈ ചിന്തയിൽ നിന്നാണ് സംസാരിക്കുന്നത്, ഇവരുടെ ഈ ഒരു സംഘപരിവാർ ചിന്തയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കിടയിൽ വലിയ രീതിയിൽ സംഘപരിവാർവൽക്കരണം നടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. കമ്മ്യൂണിറ്റിയിടയിൽ തന്നെ പലരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വായിച്ചെടുക്കുന്ന കാര്യങ്ങളാണത്. അതിനോടുള്ള റിയാക്ഷൻ അത് ഒന്ന് ഇപ്പം നമുക്ക് കേരളത്തെ നോക്കിക്കാണുന്നതിലും നാഷണൽ ലെവലിൽ നമുക്ക് നോക്കിക്കാണാം. ഇപ്പം 2019 ട്രാൻസ്ജെൻഡർ കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, കേന്ദ്ര സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, കേന്ദ്ര സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻക്ലൂഷൻ ഉണ്ടായിരുന്നു. ട്രാൻസ് മെൻ ഉണ്ടായിരുന്നു, ട്രാൻസ് വുമൺ ഉണ്ടായിരുന്നു, ഇൻ്റർസെക്സ് പേഴ്സൺ അടക്കം ഉണ്ടായിരുന്നു. അത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ ട്രാൻസ് വുമൻസാണ് ബോർഡിലുള്ളത്. ഇപ്പോൾ 2023 ചെയ്തപ്പോൾ വീണ്ടും ബോർഡ് തിരഞ്ഞെടുത്തപ്പോൾ, കൗൺസിൽ തിരഞ്ഞെടുത്തപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇതിൽ മുഴുവനും സംഘപരിവാർ ആശയമുള്ള ട്രാൻസ് സ്ത്രീകളാണെന്നുള്ളതാണ്. ഒന്ന്, ട്രാൻസ് വ്യക്തികളിൽ ഭൂരിപക്ഷവും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഭൂരിപക്ഷവും മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോട്ടുള്ള പല സംസ്ഥാനങ്ങളിലും അതുണ്ട്. അത് കർണാടക എടുക്കുകയാണെങ്കിലും ഹൈദരാബാദ് എടുക്കുകയാണെങ്കിലും ഡൽഹി എടുക്കുകയാണെങ്കിലും ബോംബെ എടുക്കുകയാണെങ്കിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിലും ഒക്കെ എടുക്കുകയാണെങ്കിലും അവർക്കൊരു ഇൻഫ്ലുവൻസും ഉണ്ട് ഈ പറയുന്ന ആചാരങ്ങളിൽ. അത് ഹിന്ദുത്വപരമായിട്ടും ഇസ്ലാമികപരമായിട്ടും. ഇപ്പോൾ അജ്മീറിലൊക്കെ പോവുകയാണെങ്കിൽ ആ ഒരു ഇസ്ലാമികപരമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അജ്മീറിലൊക്കെ ഒരു ട്രാൻസ്ജെൻഡറിന് ഒരു ദർഗ പോലും ഉണ്ട് അവിടെ, ഒരു തോമ്പുണ്ട് അവർക്കവിടെ. അതുപോലെ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രത്യേകിച്ച് കിന്നർ എന്ന് പറയുന്ന സമുദായത്തിൻ്റെ ആശ്രമം വരെയുണ്ട്. ഇപ്പോൾ പ്രയാഗിലൊക്കെ നടക്കുന്ന കുംഭമേളയിൽ അവരൊക്കെ തന്നെ ഇൻഫ്ലുവൻസ്, ഭയങ്കര ഇൻഫ്ലുവൻസ് അവർക്കൊക്കെ. അവരവിടെ സ്വാമിമാരാണ്, ഭയങ്കര സന്യാസിമാരാണ് അത്തരത്തിലുള്ള ആളുകൾ. ഈവൻ നാഷണൽ ലീഡേഴ്സായിട്ടുള്ള ലക്ഷ്മി നാരായണൻ ത്രിപാഠി പോലുള്ള ആളുകളൊക്കെ തന്നെ അവിടെ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ളൊരു ഹിന്ദു വൽക്കരണം ഉണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതില്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നാഷണൽ ലെവലിലുള്ള ആളുകളുമായിട്ട് ഇവിടെയുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യുകയും അവർ വഴി ഒരു ഹിന്ദു ഇൻഫ്ലുവൻസ് പലർക്കിടയിലും ഉണ്ട്. അത് പ്രത്യേകിച്ച് ഈ പറയുന്ന സംഘപരിവാർ വൽക്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് യോജിപ്പിക്കാമെങ്കിൽ യോജിപ്പിക്കാം. കാരണം ഇവരുടെയൊക്കെ അടുത്ത കാലത്തുള്ള പ്രവൃത്തി അങ്ങനെയാണ്. ഇപ്പം ഓണത്തിന് സുരേഷ് ഗോപി വരുന്നു, അവർക്ക് ഉടുപ്പുകൾ വിതരണം ചെയ്യുന്നു, അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താ പറയുക അതിനുവേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു കഴിഞ്ഞൊരു കാര്യമാണ്. പിന്നെ എറണാകുളത്ത് ഇത് സംഘടിപ്പിക്കാൻ എന്നോട് പറയുന്നു, അത് തന്നെ BJPയുടെ ഒരു വ്യക്തമായിട്ടുള്ള പ്രതീക്ഷ ഫൗണ്ടൻ്റെ വ്യക്തിയാണ്. ഞാൻ പറയുന്നു ഇനിയിപ്പോൾ സുരേഷ് ഗോപി എന്താണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്? ഓൾറെഡി കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയും? അതല്ല, ഒരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. അതെന്താണെന്ന് പറയൂ. കൃത്യമായിട്ട് അദ്ദേഹത്തിന് അത് പറയാൻ കഴിഞ്ഞില്ല. പിന്നെ സുരേഷ് ഗോപിയെ പോലെ ഒരാൾ, ഇത്രയും നാളും വരാതിരുന്ന ഒരാൾ ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്വീകാര്യതയാണ് ചെയ്തു തരാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയില്ല. എനിക്കിത് ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പാർട്ടി പരിപാടിയല്ല, അങ്ങനെ കാണണ്ട, നിങ്ങൾ പറയുന്നതിൽ തന്നെ ഉണ്ട് അങ്ങനെ ഒരു ധ്വനി, ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് ഒഴിവാണ് ചെയ്തത്. പിന്നെ അതിനെതിരെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഞാനതിന് ചെന്നില്ല, ഞാനതിന് വിമർശിച്ചു, ഞാൻ പോസ്റ്റ് ഇട്ടു. സുരേഷ് ഗോപിയുടെ പരിപാടിക്ക് വിളിച്ചിരുന്നു, ഞാൻ പോകുന്നില്ല, എനിക്ക് പറ്റത്തില്ല. കാരണം അതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകയായിട്ടുള്ള എൻ്റെ സുഹൃത്ത് അവരുടെ തോളിൽ വെച്ച് കൈവച്ച് സംസാരിക്കുകയും ആ ഒരു ഇഷ്യൂ ഉണ്ടാവുകയും ചെയ്തു. അല്ലേ, ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ എടുത്ത് അതിങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ഉള്ളൊരു ധാർഷ്ട്യത്തിലാണ് ആ രംഗം. നമുക്ക് കണ്ടാലേ അറിയാം എങ്ങനെയാണ് ഒരാൾക്ക് അത് ഉണ്ടാവുന്നതെന്നുള്ളത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെയാണ് UP പോലെ ബുൾഡോസറോടെ കൊടന്നു വിട്ടണം എന്നൊക്കെ പറയും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ നിൽക്കുന്ന ഇതിൽ പരമാവധി പോകാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. അതുകൊണ്ട്
ഇത്തരത്തിലുള്ളൊരു വൽക്കരണം ഉണ്ട്. അത് അവരുടെ അഭിപ്രായം, അത് അവരുടെ താല്പര്യം, അതിന് നമുക്കൊന്നും എതിര് പറയാൻ പറ്റില്ല. പുതിയ കാലത്ത് സിനിമ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വലിയ വിഭാഗത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പം കാതൽ പോലത്തെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ശീതൾ അതിനെ നോക്കിക്കണ്ടത്? ഒന്ന് 2018 ഓസ്കാർ അവാർഡ് മൂൺലൈറ്റിന് കിട്ടുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊരു അറബ് രാഷ്ട്രത്തിൽ നിന്നുള്ള ഒരു പുരുഷന് ഓസ്കാർ കിട്ടുന്ന ആ സമയത്താണ്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹം അഭിനയിച്ചത് ഒരു ഗേ ആയിട്ടാണ്. അന്ന് ആ സിനിമ ഓസ്കാർ പ്രഖ്യാപിക്കുമ്പോൾ വളരെയധികം വിമർശനങ്ങളും യോജിപ്പുകളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം മൂൺലൈറ്റ് കണ്ട എനിക്ക് കാതൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മൂൺലൈറ്റ് എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷെ കാതൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയാണ്. പക്ഷെ എനിക്കതിൽ ആ റിയലിസ്റ്റിക്കിൻ്റെ ഒരു പീക്കൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് വളരെ അകന്ന് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ ഒരു ഇൻറ്റിമസി, അതിൻ്റെ ഒരു റൊമാൻസ്, അതിൻ്റെ ഒരു തീവ്രതയൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിലില്ലാതെ എങ്ങനെയൊക്കെ സംഭവത്തെ കൈകാര്യം ചെയ്യാമെന്നൊക്കെയാണ് നമുക്കതിൽ കാണാൻ സാധിച്ചിട്ടുള്ളൂ. മമ്മൂട്ടിയെ പോലുള്ള ഒരു ആക്ടർ അതിൽ ചെയ്തു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ മികച്ച ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ടോപ്പ് ലൈൻ അത് തന്നെയാണ്. അല്ലെങ്കിൽ ഇത് ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ മമ്മൂക്കയല്ല വേറെ ആരെങ്കിലും ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് ശ്രദ്ധിക്കത്തില്ല. പിന്നെ ജിയോ ബേബിനെ പോലെ ഒരു ഡയറക്ടർ അത് എടുത്തത് കൊണ്ട് അത് വൃത്തിയായിട്ട് അത് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. അപ്പം നമ്മളെല്ലാവരും മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ മമ്മൂക്കയ്ക്ക് നേരെ നടക്കുന്ന വിമർശനങ്ങളൊന്നും നമ്മളത് അംഗീകരിക്കുന്നില്ല. ഇപ്പം മമ്മൂക്കയെ പോലെ ഒരാൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തതുകൊണ്ട് നമ്മൾ ആ സിനിമയെ പ്രശംസിക്കാം, സിനിമ നല്ലതാണെന്ന് പറയാം. പക്ഷേ റിയൽ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഹോമോസെക്ഷലോ ഗേയോ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ആയിരിക്കത്തില്ല പെരുമാറുക. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചട്ടക്കൂട് വരും, കുടുംബത്തിന് ചട്ടക്കൂട് വരും, സമൂഹത്തിന്. ഇത് 7ഓളം അറബ് രാഷ്ട്രങ്ങൾ നിരോധിച്ച ഒരു സിനിമയാണ്, മനസ്സിലായോ? ഒന്ന് ഇത്തരം വിശ്വാസികൾക്കിടയിൽ ഇത് എത്രത്തോളം അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇതിൽ ഇസ്ലാമികളായിട്ടുള്ള ആളുകൾ ഇതിനെതിരെ മോശം പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽപ്പെട്ടവർ ഇതിന് കാസ പോലുള്ള സംഘടനകൾ ഇതിന് സംസാരിച്ചിട്ടുണ്ട്. വിമർശനങ്ങൾ വന്നിട്ടുണ്ട്, മമ്മൂക്കായിട്ട് പോലും വിമർശനം വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ മനസ്സിലാക്കുന്ന, സിനിമയിൽ നിരന്തരം ഇടപെടുന്ന ആളുകൾക്ക് ഇത് വളരെ അപ്രോച്ചബിളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത് അപ്രോച്ചബിൾ ആയിട്ടുള്ളൂ. ബാക്കി ഭൂരിപക്ഷവും ഇത് എഗെയിൻസ്റ്റ് ആണ് ഇപ്പോഴും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിപുലമായിട്ടൊന്നും ഇതിനെ കാണാൻ പറ്റത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അതിഭയങ്കരമായിട്ടുള്ളൊരു സിനിമയാണ്. ഇങ്ങനൊരു കാവ്യം ഉണ്ടാവുമെന്ന്, ഇങ്ങനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ. ഞാൻ ജിയോ ബേബിയുടെ കൂടെ ഇരുന്നാണ് സിനിമ കണ്ടത്, ഫസ്റ്റ് ഷോ. അപ്പം അന്ന് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ചെയ്തത് ജിയോനെ. കാരണം ആ ഇമോഷണലി ഇപ്പം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇത് അനുഭവിച്ചു, നമ്മളിത് അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അത് കാണുന്നത്. ഞാൻ ആലോചിച്ചത് എൻ്റെ അവസാന സമയത്ത് എൻ്റെ പപ്പ ആക്സിഡൻ്റായിട്ട് ബെഡിൽ കിടക്കുന്നു, ഞാനും എൻ്റെ എക്സ് പാർട്ട്ണറും കൂടി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാണാൻ പോകുന്നു. അപ്പോൾ എന്നോട് പപ്പ ചോദിച്ചത്, ആ വേദനയിൽ അധികം ചോദിച്ചത്, സാരി ഉടുത്തിട്ടാണോ എന്നെ കാണാൻ വരുന്നത്, എന്നെ കളിയാക്കാനായിട്ടോ അവിടെ കാണാൻ വരുന്നതെന്ന് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്കൊരു കോള് വരുന്നു, പപ്പയുടെ കോളാണ്. എനിക്ക് നിന്നോട് മാപ്പ് പറയണം, ക്ഷമ പറയണം, നീ എന്നെ ഒന്ന് കാണാൻ വരുമെന്ന് ചോദിക്കുകയാണ്. നീ എങ്ങനെ വന്നാലും കുഴപ്പമില്ല എന്ന് പറയാണ്. പിറ്റേ ദിവസം ഞാൻ പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴേക്കും ആൾ മരിച്ചു കഴിഞ്ഞു. അപ്പം എന്നെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ എനിക്കൊന്ന് മാപ്പ് തരാൻ പോലും കഴിയാതെയാണ് എൻ്റെ പപ്പ എന്നോട് വിട പറഞ്ഞത്. അപ്പോൾ അതുപോലെ നമ്മളെ മനസ്സിലാക്കാതെ, നമ്മളെ അറിയാതെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അടക്കം. അത് ഈ സമൂഹത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ പോലും അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അത് നിരന്തരം അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രം അതിനെക്കുറിച്ച് ഡീപ്ലി അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. കാതിൽ കണ്ടിട്ട് ഒരു അമ്മ എഴുതിയെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് വന്നിരുന്നു, മാത്യുവിനെ പോലെ ആകാൻ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നിരവധി മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. മേരിക്കുട്ടി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് എന്നോടും പലരും പറയാറുണ്ട്, അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടുള്ളത്.
സിനിമയെ പല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ സിനിമയെ വളരെ ഡെപ്തായിട്ട് നോക്കുന്ന ആളുകൾക്ക് ആ സിനിമ വളരെ മോശമായിരിക്കാം, ഇന്ന സിനിമ വളരെ മോശമായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് സിനിമ നമ്മളിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അത് അപ്രോച്ചബിൾ ആവുന്നത്, നമുക്ക് കരയാനും അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് നമുക്ക് എഴുതാനൊക്കെ തോന്നും. ഇപ്പോൾ ഞാൻ അടുത്ത കണ്ട സിനിമ ആട്ടം വളരെ മികച്ചൊരു സിനിമയാണ്. എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു തീമും ഭയങ്കര ഒരു സംഭവമായിരുന്നു. വളരെ നല്ലൊരു സിനിമയാണ് ആട്ടം. ആട്ടം കണ്ടിട്ട് ഞാനിങ്ങനെ എക്സൈറ്റഡ് അതിലെ അഭിനേതാക്കളും അതിൻ്റെ പ്രമേയവും അതിൻ്റെ ഒരു കോണ്ടസ്റ്റും സിറ്റുവേഷനും ഒക്കെ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും അല്ലേ. ആരുടെ പക്ഷമാണ് നമ്മൾ ശരിക്കും വളരെ ഒരു എന്താ പറയുക ആദ്യ അവസാനം വരെ ഒരു നഗ്നത ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു സിനിമയായിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെ സിനിമ നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അറ്റ് ഫൈനൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷക എന്നുള്ള രീതിയിൽ എന്ത് പ്രതീക്ഷിക്കുന്നു? എനിക്ക് പ്രതീക്ഷ ഉണ്ട്. കാരണം ഇപ്പം കഴിഞ്ഞ ദിവസം മോദിയുടെ റോഡ് ഷോ നടക്കുമ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടു. വളരെ ഒരു 70-75 വയസ്സായ ഒരു അമ്മൂമ്മ റോഡിലൂടെ ഓടുകയാണ്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകരുള്ള കുട്ടി ചോദിക്കുകയാണ്, അടുത്ത വർഷവും മോദി വരുമോ? അപ്പോൾ ഈ അമ്മൂമ്മ കുട്ടിയോട് തിരിച്ചു വയ്ക്കുന്ന വരെയോ കുട്ടിക്ക് സംശയമുണ്ടോ എന്നുള്ളത്, കുട്ടിക്ക് സംശയമുണ്ടോ അതിലെന്നുള്ളത്. അപ്പോൾ കുട്ടി, എൻ്റെ സംശയമല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് അതിൽ ഉറപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. കുട്ടിക്ക് സംശയമുണ്ടോ എന്നാണ് വീണ്ടും ചോദിക്കുന്നവർക്ക്. മറ്റൊന്ന് അവർ പറയുന്നത് രക്ഷകനാണ് എന്നുള്ളത്, ഈ ലോകത്തിൻ്റെ രക്ഷകനാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉള്ളിടത്താണ് നമ്മളിതിലൊരു ആശങ്ക പങ്കുവയ്ക്കുന്നത്. ഏത് തരത്തിലുള്ള രക്ഷകൻ, ഏത് തരത്തിലുള്ള രക്ഷയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്, ഏത് തരത്തിലുള്ള പ്രോഗ്രസീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് നല്ല ശാസ്ത്രജ്ഞരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ടെക്നോളജിയിൽ ഏതെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ ഈ നടക്കുന്ന സമകാലീന സംഭവങ്ങളിലെല്ലാം നമ്മൾ നാണം കെട്ട് നിൽക്കുകയാണ്. മാധ്യമങ്ങൾക്ക് വായ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ പറയുന്ന രക്ഷകൻ വരുന്നുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ വളരെ പേടിത്തൊണ്ടനായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ രക്ഷകൻ എന്ന് വിളിച്ച് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്ന ഒരുപറ്റ ആളുകളുണ്ട്. അതേസമയം ഇതിനൊക്കെ പ്രതിരോധിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ട്. അവർ നിരന്തരം ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവരും. അപ്പം എനിക്ക് പ്രതീക്ഷയുണ്ട് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ളത്. നിലപാട് പറഞ്ഞുകൊണ്ടേയിരിക്കും ശീതൽ ശ്യാം. താങ്ക്സ്.